തസറുഫാത്ത് അമീൻ്റെ ഈ ഇടപാടുകളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. വഖുസൂസൻ ഫീമാ യഖുസ്സു ഔ യമസ്സു ഇസ്മ ആയിലത്തിനൽ ഖസ്റജി, വിശിഷ്യ ഞങ്ങളുടെ ഖസ്റജി കുടുംബത്തെ പരാമർശിക്കുന്ന വല്ല പരാമർശമോ വല്ല ഏർപ്പാടോ പണിയോ നടത്തുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. കമാ അവദ്ദു അൻ ഉഅ്ലിന തഅകീദൻ, വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മുഅ്തസില ജുംലുണ്ട്. പിന്നെ ഷെയ്ഖ് ഖലീഫ, അതുപോലെ ഭരണ വഹിക്കുന്ന രാജകുടുംബം, അവരോടൊക്കെ ഞങ്ങൾ എല്ലാ വിധത്തിലും വിധേയത്വവും അംഗീകാരം ഉള്ളവരാണ്, ഞങ്ങൾക്ക് എതിരെല്ലാം. അത് അവിടുത്തെ ഒരു ശൈലിയാണ്. അല്ലദീന യദീനു ലഹു ബിൽ വലാഇ വത്താഅ വവലിയ്യ അഹ്ദിഹിൽ അമീൻ അബദ്ദു അൻ ഉഅ്ലിന ഇന്നമാ യൻസുറുൽ അഖ് അഹ്മദ്. അഹമ്മദ് നിർവഹിക്കുന്ന ഈ പബ്ലിസിറ്റി, പരസ്യ പ്രചാരണം, ഫീഹി മിനൽ ഗുമൂദി ശൈഉൽ കസീർ, അതീവ ഗുരുതരമായ നിഗൂഢതകൾ ഈ വിഷയങ്ങളിലുണ്ട്. വദഅവത്തുൻ ലിഖൽഖി വദ്ഇ മുരീബിൻ ഫി ദൗല, നമ്മുടെ രാഷ്ട്രത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും അതിലുണ്ട്. വഹത്താ ലാ യളുന്നൽ ആഖറൂൻ അന്നീ മഅഹു, ഞാനും അവൻ്റെ മാതിരി തന്നെ, ഞാനും ബാപ്പാൻ്റെ മോനാണല്ലോ, അവൻ്റെ മാതിരി തന്നെയാണ് ഞാനും എന്ന് ജനങ്ങൾ വിചാരിക്കാതിരിക്കാൻ, മറ്റുള്ളവർ വിചാരിക്കാതിരിക്കാൻ, ഔ ഉനാസിറുഹു ലിദാലിക, അല്ലെങ്കിൽ അവൻ്റെ ഈ വിക്രിയകൾക്കൊക്കെ ഞാൻ കൈത്താങ്ങ് നൽകുന്നുണ്ട്, ഞാൻ അവന് പിൻബലം നൽകുന്നുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വജബത്ത് തൻവീഹുലിൽ ആമ്മ, സകല ജനങ്ങളോടും ഇത് അറിയിക്കേണ്ടി വന്നിരിക്കുന്നു. വത്തസ്രീഹലി സുമുവിക്കും, വിശിഷ്യ തിരുമനസ്സിനോട്, അങ്ങയോട് വ്യക്തമായി ബോധ്യപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. ബി അന്നനി ബരീഉം മിൻ തസറുഫാത്തിഹി വ ഉൻകിറുഹാ വലാ ഉഖിറുഹു അലൈഹാ, അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. റാജിയൻ മിൻ സുമുവിക്കുമുൽ കരീം വഹിഫാദൻ അലാ സുംഅതി വാലിദിന അല്ലദി ഖളാ ജുല്ല ഉംരിഹി ഫി ഖിദ്മതി അബൂദബിൽ ഹബീബ ബിസിഫ ഖാസ്സ വദ്ദൗല ബിസിഫ അമ്മ അൻ തദഉ ഹദ്ദൻ ലിമിസ്ലി ഹാദിഹി തുർറഹാത്ത്. ഞങ്ങളുടെ പിതാവ് അബൂദബി സ്റ്റേറ്റിന് വേണ്ടിയും UAEക്ക് മൊത്തമായും നീണ്ടകാലം സേവനം ചെയ്ത ഒരു മഹനീയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരാതിരിക്കാൻ എൻ്റെ അനുജൻ്റെ പേരിൽ നടപടികൾ എടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ കത്തിൽ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ കൈ പിടിച്ച് കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വമുതാലിബനി ദൗലത ബിൽളർബി അലാ യദിഹി, ബിൽളർബി അലാ യദിഹി, ലർബ അലാ യദിഹി എന്ന കയ്യുമ്മൽ അടിച്ചു എന്നല്ല കേട്ടോ. വല്ലർബി അലാ യദിഹി ലികൈ ലാ യതജാവസ ഹുദൂദൽ ലിയാഖതി വൽ കിയാസതി വൽ അദബ് വഹത്താ ലാ യൻഅകിസ ദാലിക സൽബൻ അലൽ ആയില. ശ്രേഷ്ഠമായ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിനുമൊക്കെ അത് ക്ഷീണം വരുത്തും. അതുകൊണ്ട് അവൻ്റെ ഈ ജാതി പൊട്ടത്തരങ്ങൾ പറയുന്നതിൽ നിന്ന് രാജ്യം എന്തെങ്കിലും പരിഹാരം കാണണം. വഹത്താ ലാ യദ്ഹബ ബഖിയ്യത്തു അഫ്റാദിൽ ആയിലത്തി ലഹിയ്യതൻ ലിഹാദിഹി തസറുഫാത്ത്, ബാക്കിയുള്ളവരും ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾക്കും ദുഷ്പേരിനും ബലിയാടാകാതിരിക്കാൻ സംസ്ഥാനം, സ്റ്റേറ്റ്, രാജ്യം എന്തെങ്കിലും നടപടിയെടുക്കണം. മഅഖാലിസി വുദ്ദി വതഖ്ദീരി വഇഹ്തിറാമി ലിസുമുവിക്കുമുൽ കരീം. ഹസൻ ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഖസ്റജി. ഇത് എഴുതിയിട്ടുള്ളത് 23/12/2009. ഈ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞത് 20/12. ഡിസംബർ 12 മെസ്സേജ് വന്നു. രണ്ടാമത്തെ ദിവസം ഡിസംബർ 22 അദ്ദേഹം കത്ത് തയ്യാറാക്കി. ഡിസംബർ 23 കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 23/12/2009. എന്നിട്ട് 1.5 കൊല്ലമായിട്ട് എന്താ സ്റ്റേറ്റ് ഒന്നും ചെയ്യാത്തതെന്നൊരു ചോദ്യമുണ്ട്. എനിക്കുണ്ടായിരുന്ന ചോദ്യം, ഞാൻ ആ ചോദ്യം ചോദിച്ചു ഉത്തരവാദപ്പെട്ട ആളുകളോട്. അതാ ബാപ്പാനെ ബഹുമാനിച്ചിട്ടാണ്. എങ്ങനെയാണെങ്കിലും അയാളെ മകനല്ലേ, അയാൾ ആലിമായിരുന്നു, ഔഖാഫിൻ്റെ നീണ്ടകാലത്തെ മന്ത്രിയായിരുന്നു, കിതാബുകൾ എഴുതിയ ആലിമാണ്. ബഹുജനങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ, സാധാരണക്കാർക്ക് ആവശ്യമായ ഫത്വകൾ, ഫതാവ ഖസ്റജിയ എന്ന 6-8 വാള്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ. ഇങ്ങനെയുള്ള വലിയ ഇൽമിൻ്റെ അഹലുകാരനായ ഒരു മകനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗുരുതരമായ നടപടികൾ എടുക്കുകയോ ചെയ്താൽ അദ്ദേഹത്തോടുള്ള അനാദരമാണ് എന്ന് കരുതിയിട്ടൊന്നും ചെയ്യാതിരിക്കുക. എന്നാലും ചെറിയ നിയന്ത്രണമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് മുടിയേറ്റ് എവിടെയും പോവില്ല. സുഡാനിൽ പോയിട്ടുണ്ടായിരുന്നു, ഈജിപ്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് വേവാതെ മണങ്ങിപ്പോരാണ് ചെയ്തിട്ടുള്ളത്. അവൻ്റെ വീട്ടിലിങ്ങനെ പലപ്പോഴും ആളുകളെ വിളിച്ചു വരുത്തി മൗലൂദും റാത്തീബൊക്കെ നടത്തലുണ്ട്. അതൊക്കെ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കള്ളത്തരം പൊളിയും, അവിടെയും പൊളിയും.
താമസിക്കുകയില്ല. എല്ലാവരും സമാധാനിക്കുക. സത്യം ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം അംഗീകരിക്കാൻ തയ്യാറാകണം. സത്യം അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വിറ്റിട്ടല്ല, മുടി വിറ്റ വെള്ളം വിറ്റിട്ടല്ല, നബിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ടല്ല 1400 കൊല്ലം കേരളത്തിൽ ഇസ്ലാം ഉണ്ടായത്. അത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സത്യമായി മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വീണ്ടും കുറേ പറയണമെന്ന് വിചാരിച്ചു, സമയം വളരെ വൈകിയിട്ടുണ്ട്. പിന്നെ ഈ കത്തെഴുതിയ ആൾക്കെന്തോ അയോഗ്യതകളുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. തുടങ്ങിയിട്ടുണ്ടാവും സജീവമായിട്ട്. ഇൻ്റർനെറ്റും ബൈലക്സ് റൂമിലൊക്കെ ആളുകൾ നിരന്തരമായിട്ടുണ്ടാവും. ആദ്യം അവനവൻ്റെതൊക്കെ ഒന്ന് പരിശോധിക്കുക. അവനവൻ്റേത് മുടി വാങ്ങിയ ആളുകളുടെ സീറ പരിശോധിക്കട്ടെ. മുടിയെ വാങ്ങിയ ആളുകളുടെ സീറകൾ പരിശോധിക്കട്ടെ. മുടി കൊടുത്ത ആളോ അല്ലെങ്കിൽ കത്തെഴുതിയ ആളോ പരിശോധിക്കപ്പെടുന്നതിന് മുൻപ് അത്തരം ആളുകൾ പരിശോധന വിധേയരാകേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, നേരത്തെ നടന്ന പല പരിശോധനകളുടെ റിസൾട്ടുകളും കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സ്മൃതിപഥത്തിലുള്ളത് കൊണ്ട് പുതിയ പഠനങ്ങൾ കേരളത്തിൽ ആവശ്യമുണ്ടാവുകയില്ല. അള്ളാഹു നമുക്കൊക്കെ സത്യമായി അംഗീകരിക്കാനും പിന്തുടരാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.